നമസ്കാരം. നമ്മൾ കുറുന്തോട്ടീനെ പറ്റിയിട്ടാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ കുറുന്തോട്ടി ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും മരുന്ന് കഞ്ഞിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കുറുന്തോട്ടി അരച്ചിട്ടും അതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈ കുറുന്തോട്ടി വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ്. കുറുന്തോട്ടി നല്ലൊരു ടോണിക്ക് കൂടിയാണ്. അതുപോലെ ഗർഭിണികൾക്കൊക്കെ ഇത് 6-ാം മാസം തൊട്ടൊക്കെ കൊടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 കുറുന്തോട്ടി കഴിച്ചാൽ ആവൂന്ന് പറയുമ്പോഴത്തേനും പ്രസവിക്കുന്നൊക്കെയാണ് പഴഞ്ചൊല്ല് കേട്ടിട്ടുള്ളത്. കുറുന്തോട്ടി വേര് നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണം. അപ്പോൾ ധാരാളം കുറുന്തോട്ടി പറമ്പിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറുന്തോട്ടിയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇതാണ് കേട്ടോ കുറുന്തോട്ടി. ഇത് കുറേ ഉണ്ടാവും ഇങ്ങനെ വേരുകൾ ഇങ്ങനെ തന്നെ മുളച്ചോളും. അത് ഇലകൾ ഇങ്ങനെ ഊരി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കിടന്ന് മുളയ്ക്കും. അപ്പോൾ ഇത് പണ്ടൊക്കെ പറമ്പ് നിറച്ചുണ്ടാവും ഇത് കുറുന്തോട്ടി. അപ്പോൾ പിന്നെ ഗർഭിണികളൊക്കെ ആകുമ്പോൾ ഈ കുറുന്തോട്ടി അന്വേഷിച്ച് നടക്കലാണ് എല്ലാവരും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറുന്തോട്ടി. അപ്പോൾ നമ്മളിൽ ചിലരൊക്കെ വിചാരിക്കും ഇത് യൂട്യൂബിൽ കാണുന്നതാണ്, ഇത് ചെയ്യരുത്, അതുപോലെ ഫേസ്ബുക്കിൽ കണ്ടതൊന്നും വിശ്വസിക്കരുത് അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾക്ക് എന്ത് കഴിക്കുമ്പോൾ ഒരു ക്രമത്തിന് കഴിക്കണം. അത് ഒന്നിച്ചൊന്നും ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു കുറുന്തോട്ടി കടയൊക്കെ പറിക്കുക, അത് ചതച്ച് വെള്ളം കുടിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ അതുപോലെ അധികം ആയാൽ എന്തും അമൃതും വിഷം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അധികം ആവരുത്, എല്ലാം ഒരു അളവിന് മാത്രം കഴിക്കുക.